മക്കളെ, ജെറുസലേം 3 മിനിറ്റ് പ്രാർത്ഥനാ ലൈനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും വചനമാകുന്ന യേശുവിൻ്റെ കൈകളിലേക്ക് സമ്പൂർണമായി സമർപ്പണം ചെയ്ത് പ്രാർത്ഥിക്കുകയാണ്. മക്കളെ, ഓരോ പരാജയത്തിൻ്റെ പിറകിലും ഒരു ദൈവിക പദ്ധതിയുണ്ട്. വിജയകരമായി പരാജയപ്പെടാൻ നമ്മൾ പഠിക്കണം. വിജയിച്ചവർക്ക് ദൈവം ആനന്ദം നൽകും. പരാജയപ്പെട്ടവനാകട്ടെ ദൈവം തന്നെ നൽകുകയാണ്. വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സുഭാഷിത പുസ്തകം 16-ാം അധ്യായം 1-ാം വാക്യം. മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതത്രേ. മനുഷ്യൻ പല കിനാവുകളും സ്വപ്നം കാണുന്നു, എന്നാൽ നടപ്പിലാക്കുന്നത് ദൈവമാണ്. മനുഷ്യന് പ്രിയപ്പെട്ടത് ദൈവത്തിന് പ്രിയപ്പെട്ടതാകണമെന്നില്ല. മനുഷ്യന് 100% ശരിയെന്ന് തോന്നുന്നത് ദൈവത്തിന് ശരിയായി കാണണമെന്നില്ല. മനുഷ്യദൃഷ്ടിയിൽ പുണ്യമായത് ദൈവദൃഷ്ടിയിൽ ഒരുപക്ഷെ പാപമായേക്കാം. ദൈവത്തിൻ്റെ മനസ്സറിയുക, അതിന് ജ്ഞാനം നിറയണം. അറിവ് ലോകത്തിൽ നിന്ന് ലഭിക്കുന്നു, ജ്ഞാനം ദൈവത്തിൽ നിന്ന് പുറപ്പെടുന്നു. നമുക്കറിയാമല്ലോ, ഉപകാരമില്ല എന്ന് കരുതുന്ന രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും തകർച്ചകളുമായിരിക്കാം ജീവിതത്തെ മനോഹരമാക്കി തീർക്കുന്നത്. ഭൂമിയിൽ പുതിയ വീട് വെച്ച് താമസിക്കാൻ ആഗ്രഹിക്കുമ്പോഴായിരിക്കും ദൈവം സ്വർഗത്തിൻ്റെ നാട്ടിലേക്ക് ക്ഷണിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുള്ള ആവേശവുമായി ഓടി നടക്കുമ്പോഴായിരിക്കും ദൈവം രോഗാവസ്ഥയിലേക്ക് ക്ഷണിക്കുന്നത്. മക്കളെ, മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു, അന്തിമമായ തീരുമാനം കർത്താവിൻ്റേതാണ്. ഈ വചനം അനേകർക്ക് ഇന്ന് ഷെയർ ചെയ്യാൻ ഇടവരട്ടെ. ഇന്നത്തെ സന്ദേശം പല കരങ്ങളിലൂടെ അനേക ഹൃദയങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ ഇടവരട്ടെ. ആശ്വാസപ്രദമായ രാത്രി, പ്രതീക്ഷാനിർഭരമായ പ്രഭാതം, സൽപ്രവർത്തികൾ നിറഞ്ഞ ദിവസം നൽകി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിമളവും നാം എല്ലാവരോടും നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളോടും ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുത്ത സർവ്വ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.